ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ LMS പറഞ്ഞിട്ടുണ്ട് കേട്ടോ. LMS ഞങ്ങളിങ്ങനെ അച്ഛന്മാരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. ഞാൻ LMS പറഞ്ഞൊരു സംഭവമാണ്. എൻ്റെ അമ്മേനെ കുറിച്ച് ഞാൻ പറയണേ. ഇപ്പം ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഈ ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് പറ്റുമ്പോൾ ഞങ്ങളുടെ തിരുമേനി പറഞ്ഞു, അച്ഛന്മാരെ നമുക്ക് അച്ഛന്മാരും തിരുമേനിക്കും മാത്രമായിട്ടൊരു ഫോട്ടോ എടുത്താലോ. ഞങ്ങൾ പറഞ്ഞു തിരുമേനി എടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ രഞ്ജിത്തേട്ടനൊക്കെ ഒരു അച്ഛനാണെന്ന് ചിന്തിക്കുക. ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ നിരം നിൽക്കണു, തിരുമേനി പിന്നിൽ നിൽക്കണു. ഞങ്ങളിങ്ങനെ നിരന്നിക്കുന്ന സമയത്ത് ഇപ്പം ഈ രഞ്ജിത്തേട്ടൻ എൻ്റെ സ്ഥാനത്താണ് ചിന്തിക്കുക, അച്ഛൻ്റെ സ്ഥാനത്താണ് ചിന്തിക്കുക. എൻ്റെ സ്ഥാനത്ത് രഞ്ജിത്തേട്ടൻ നിൽക്കണേ. ഇപ്പം എൻ്റെ അമ്മ ഇങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ നേരമായിപ്പോ എൻ്റെ അമ്മ വന്നിട്ടതേ ഇതിങ്ങനെ വന്നിക്കുക. ഞാൻ വിചാരിച്ച് തള്ളയെന്നോട്ട് കാണിക്കണേ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം വേണ്ടിട്ടോ, ഒടുക്കത്ത് വേറെ ആരുടെ അമ്മ നിൽക്കണില്ല, എൻ്റെ അമ്മ മാത്രമേ നിൽക്കണുള്ളൂ. രഞ്ജിത്തേട്ടൻ ഞാൻ തള്ളും, രഞ്ജിത്തേട്ടൻ പോകരുത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് പറയാം, അമ്മ പോ, നല്ല ഉറപ്പുണ്ടിട്ടാ ശരീരത്തിന്. ഞാൻ പറഞ്ഞു അമ്മ പോ. ഞാൻ എത്ര പറഞ്ഞിട്ട് എൻ്റെ അമ്മ പോണില്ല. അവസാനം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ജിനു വെച്ചാ നമ്മുടെ അച്ഛന്മാരുടെ മാത്രം ഫോട്ടോയില്ലേ, എന്തിനാ അമ്മ നിൽക്കണം, അമ്മേനൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞു. എനിക്കത് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടേക്കാം. എനിക്ക് ദേഷ്യം വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കൈക്ക് പിടിക്കാം. അമ്മയുടെ കൈക്ക് പിടിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോകാം. ഇനി പോന്നു, ഞാൻ കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ സൈഡിൽ മാറ്റി നിന്നിട്ട് പിന്നെ ഞാൻ അമ്മയെന്നല്ലേ വിളിക്കണേ, തള്ളേന്ന് വിളിക്കണേ. രഞ്ജിത്തേട്ടൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ നല്ലോണം വിളിക്കും. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഇങ്ങനെ മാറ്റി നിന്നിട്ട് തള്ളിയുടെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാം. തള്ളിക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാ, എന്തോരം പറഞ്ഞാൽ അമ്മയ്ക്ക് കയറില്ലേ. ഏതെങ്കിലും അമ്മമാർ വന്നിട്ടുണ്ട്, തള്ളിക്ക് മാത്രം ഇത്ര കൂത്താരം. എന്തോരം ബുദ്ധി ഉണ്ടായിട്ട് എൻ്റെ കാര്യം ഉണ്ടാവണ്ട. വരണ്ടെന്ന് പറഞ്ഞാൽ നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാം, എന്തിൻ്റെ ആവശ്യമായിട്ടാ. ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞിട്ടും എൻ്റെ അമ്മ ഇതൊക്കെ കേട്ടുന്നു. എന്നിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ പറഞ്ഞു നിർത്തുക. എൻ്റെ അമ്മ എന്താ ചെയ്യുന്നറിയോ, ഞാൻ തള്ളേന്ന് വിളിച്ച കൈ കൊണ്ട് തന്നെ, തള്ളിയ കൈ കൊണ്ട് തന്നെ, മാറ്റി നിർത്തിയ കൈ കൊണ്ട് തന്നെ എൻ്റെ അമ്മ ആ കൈ ഇങ്ങനെ പിടിക്കുക എൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ഞാൻ തള്ളേന്ന് വിളിച്ച് തള്ളിയ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എൻ്റെ അമ്മ. ഇത് പിടിച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ കൈ പിടിക്കുക. ഞാൻ തള്ള ചെയ്ത എൻ്റെ അമ്മേനെ, എൻ്റെ അമ്മ എൻ്റെ കൈ പിടിക്കുക ചെയ്തത്. പിടിച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗ് എന്നറിയോ, എന്നോട് ഇങ്ങനെ പറയാ. ഞാൻ എന്തോന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ അമ്മ, എൻ്റെ പാവമ്മ എൻ്റെ ഈ ലോഹയുടെ ഈ സൈഡ് ഇങ്ങനെ പൊക്കിയിട്ട് പറയാ, ജിനുമോനെ എൻ്റെ ഈ ലോഹയുടെ സൈഡ് എന്നറിയാ ചെളിയ മോനെ, ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്ന് നിന്നാട മോനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ അമ്മ മരിച്ചുപോയ നമുക്ക് ആരോ ഉള്ളത്, നമ്മുടെ അപ്പ മരിച്ചുപോയ നമുക്ക് ആരോ ഉള്ളത്, നമ്മുടെ ജീവിത പങ്കാളി മരിച്ചുപോയി നമുക്ക് ആരോ ഉള്ളത്, മക്കള് മരിച്ചുപോയി നമുക്ക് ആരോ ഉള്ളത്, എൻ്റെ എന്ന് പറയുന്ന ഈ ലോകത്ത് ആരോ ഉള്ളത് നമുക്ക്. ആ എൻ്റെയോടാണ് നിങ്ങൾ ഇത്രയേറെ വിരോധവും ദേഷ്യവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർക്കണം. എൻ്റെ എന്ന് തോന്നട്ടെ. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ ഒക്കെ അമ്മമാർ ചിന്തിച്ചിട്ടുണ്ടാവും, എത്ര വഴക്കുണ്ടാക്കിയാലും അമ്മ കൊണ്ടുവന്ന് ചോറ് തരും, എത്ര ദേഷ്യപ്പെട്ടാലും അമ്മ ചോറ് കൊണ്ടുവരും. പക്ഷെ അമ്മയ്ക്ക് ബുദ്ധിയില്ല, ബോധമില്ല, വെളിവില്ല, അല്ലേ? പിന്നെ എൻ്റെയാണോ കുടുംബം, എൻ്റെ കുടുംബം, എൻ്റെ ഈ ലോകത്ത് എൻ്റെ എന്ന് പറയുന്നതുള്ളൂ. എനിക്കൊരു പ്രശ്നം ഉണ്ടായി അവരുണ്ടാവുള്ളൂ, അവരെ സ്നേഹിക്കും. എൻ്റെ അപ്പനെയും എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ കൂടപ്പിറപ്പിനൊക്കെ സ്നേഹിക്കും. എൻ്റെ എന്ന് പറയും. കുറവുകളുണ്ടില്ല എന്നല്ല, സ്നേഹിക്കും. കേട്ടോ സങ്കടപ്പെടാൻ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ കേട്ടോ. ഞാൻ കാര്യമായിട്ട് രഞ്ജി തന്നെ നല്ലൊരു കാര്യം കൊടുത്തേ. താങ്ക് യു കേട്ടോ. ഞാൻ നിർത്താം കേട്ടോ. ഇത് എൻ്റെയാണെന്ന് തോന്നിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിനുള്ളൂ. ഇന്ന് സമയം പോയി, അതുകൊണ്ട് നിർത്താം. ബുദ്ധിമുട്ടായാ കുഴപ്പമൊന്നുമില്ല, അവസാനത്തെ ദിവസമല്ലേ, നോ പ്രോബ്ലം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അച്ഛന് രാത്രി തന്നെ തിരിച്ചു പോകണം. ഇനി അച്ഛന് ഇന്ന് രാത്രി 12:30 ട്രെയിൻ. ആ ട്രെയിന് പോയിട്ട് വേണം നാളെ രാവിലെ എൻ്റെ പള്ളിയിൽ ചെന്ന് 6:30 മണിക്ക് എനിക്ക് കുർബാനയുണ്ട്. ആ കുർബാന ചൊല്ലിയിട്ട് വേണം വൈകുന്നേരം ധ്യാനത്തിന് വേണ്ടി തൃശ്ശൂർ പോകണം. ഇനി നാളെ എനിക്ക് അടുത്ത ധ്യാനം തുടങ്ങാം കേട്ടോ. എൻ്റെ ഡയറ്റ് ഇങ്ങനെയാണ്, എന്നാലും ഞാൻ ഇത് പറഞ്ഞു തീർക്കാണ്ട് പോയി എനിക്കൊരു സങ്കടം വരും, അതുകൊണ്ട് തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം വൈകിട്ടുണ്ടെങ്കിലും അച്ഛനോട് ക്ഷമിച്ചേര്. കുഴപ്പമുണ്ടോ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ? കണ്ണീരൊക്കെ തുടച്ചു കഴിഞ്ഞാൽ മതി, കരഞ്ഞതൊക്കെ മതി. പോ വീട്ടിൽ പോയി. ഇവിടെ ഇരുന്ന് കരയാനല്ല, വീട്ടിൽ പോയിരുന്ന് കരഞ്ഞാൽ മതി കേട്ടോ. വീട്ടിൽ പോയി ആ കരച്ചിലെല്ലാം കാണിക്കണ്ട, സ്നേഹം കാണിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്, ഈ മരിച്ചു കഴിഞ്ഞിട്ട് കുഴി കൊണ്ടുപോയി പൂ വെച്ചിട്ട് എന്താ കാര്യമോ? മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് എന്താ കാര്യം? ജീവിക്കുന്ന സമയത്ത് കൊടുക്ക്.
നിന്റെ ജീവിത പങ്കാളിക്ക്, അപ്പനും അമ്മയ്ക്കൊക്കെ. അതാണ് സ്നേഹം. നിർത്തച്ഛൻ കേട്ടോ. മൂന്ന് കാര്യങ്ങൾ ആ കുടുംബത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം കേട്ടാ. രണ്ടാമത്തെ കാര്യം കുറ്റം പറയാതെ ജീവിക്കണം. അതിന് 4 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കുറ്റം പറയാതെ ജീവിക്കാൻ. എന്തൊക്കെയാ? വാവ്, ഗുഡ്, സൂപ്പർ, താങ്ക് യു. 4-ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞു ഇത് എന്റെയാന്ന് തോന്നണം. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ മക്കള്, എൻ്റെ, വേറെ ആരുടെയല്ല ഈ ലോകത്ത്. അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയ നിങ്ങളുടെ കുടുംബം നല്ല കുടുംബമായിട്ട് മാറും കേട്ടോ. എൻ്റെയാന്ന് തോന്നിയ എല്ലാ പ്രശ്നങ്ങളും തീരൂടോ, അല്ലാണ്ട് തീരില്ല കേട്ടോ. ഇത് പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസം എന്നെ കേട്ടതിനും എല്ലാ കാര്യങ്ങളും ശ്രമിച്ചതിനും, നേരെ ഇത്ര വൈകിട്ടും നിങ്ങൾ ആരും പോകാതെ ഈ സമയം വരെ ഇവിടെ ഇരിക്കുന്നതിനും എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ടോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കിട്ടും കേട്ടോ. യൂട്യൂബിൽ ചിലരൊക്കെ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചെന്നോട് അച്ഛാ എങ്ങനെ കിട്ടണേ? അത് യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലോ, ഫേസ്ബുക്കിലോ എല്ലായിടത്തും കിട്ടും എൻ്റെ ടോക്ക്. ഫാദർ ജിമ്മി പള്ളിപ്പാട്ടെന്ന് അടിച്ചാൽ മതി. FRJINUPALLIPATT. ഇനി ആർക്കെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛാ അത് സ്റ്റാറ്റസ് ആയിട്ട് കിട്ടാൻ വഴിയുണ്ടോ? കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലേക്ക് പലർക്കും പോകുന്നുണ്ട്. അതൊരു 19,000 പേർക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും ഇല്ല. ഇപ്പം എനിക്ക് എല്ലാ ദിവസവും ടൈറ്റ് ആയതുകൊണ്ട് ഇടുന്ന ദിവസങ്ങളൊക്കെ സ്റ്റാറ്റസുകളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ, ഫാദർ ജിനു പള്ളിപ്പാട്ടെന്ന് അടിച്ചു കൊടുത്താൽ ഒരു ഇളിച്ച മുഖം വരും. ഈ ഊറാലിട്ടുണ്ട്. അത് ഞാനാ. നോക്കിയും കണ്ടോ വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇത്രയും നേരം സഹകരിച്ചതിന് എല്ലാവരോടും 1000 നന്ദി പറയുന്നു. എൻ്റെ ടോക്ക് ഇഷ്ടമായ? കൺവെൻഷൻ ഇഷ്ടമായ? ധ്യാനം ഇഷ്ടമായ? ബോറടിച്ചോ? ആറി ഓക്കെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല കൈഡി എൻ്റെ തമ്പുരാനോടത്തെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇന്ന് ഇവിടെ ഇത്രയും പേര് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.